ആലപ്പുഴ നൂറനാട് കരിമുളയ്ക്കലിൽ കാരൽ സംഘത്തിന് നേരെ നടന്നത് അതിക്രൂരമായ അക്രമം. കമ്പിവടി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. അക്രമം നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നും ഇവർ ലഹരി ഉപയോഗിച്ചതായി സംശയിക്കുന്നുവെന്നും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ പറഞ്ഞു. നൂറനാട് നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ നൂറിനാട്ട് കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ വ്യക്തിക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ഈ ആക്രമണം ഉണ്ടായത്, ഏത് രീതിയിലായിരുന്നു അവരുടെ ഒരു സമീപനം അക്രമകാരികളുടേത് എന്നടക്കമുള്ള ഒരു കാര്യങ്ങൾ ചോദിക്കുക. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം? അവരൊന്നും അറിയാം. അവർ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ പുറകെ വന്ന് ഞങ്ങളെ അടിക്കുമായിരുന്നു. അതായത് അവർ 10-25 പേരോളം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ, അതായത് കമ്പി ഉള്ള സാധനം കൊണ്ടാണ്, എൻ്റെ കമ്പി കൊണ്ടാണ് എൻ്റെ പുറത്തടിച്ചത്. തലയുടെ പുറത്ത് സ്റ്റിച്ചുണ്ട്, മുഖത്തടിച്ചു, എന്നെ ചവിട്ടി താഴെ ഇട്ടിട്ട് ഒത്തിരി പേര് കൂടി ചവിട്ടി. നമ്മളോട് എനിക്ക് അങ്ങനെ ഒരു വൈരാഗ്യമുള്ള എനിക്കായിട്ട് തോന്നുന്നില്ല. കാര്യം അവർ എന്തുവാണെന്ന് അവർ ഉദ്ദേശം, ഒരു കൊല്ലുകടാന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഒന്നിനും മിച്ചക്കത്തില്ലെന്നും പറഞ്ഞ രീതിയിലാണ് അവരുടെ സംസാരവും. ഈ സമീപനം കണ്ടിട്ട് വളരെ ആസൂത്രിതമായി തന്നെ ചെയ്തതാണ്. അത് അവർ കണക്ക് കൂട്ടി തന്നെ ചെയ്തതാണ്. ഞങ്ങൾ വരുമെന്നും ഞങ്ങളെ അടിക്കണമെന്നും അവർ കണക്ക് കൂട്ടി തന്നെ ചെയ്തതാണ്. ഇവർ ഈ രാഷ്ട്രീയ പശ്ചാത്തലം എന്ത്, ഈ ആക്രമിച്ചവരുടെ? ഡിവൈഎഫിലുള്ളവരുണ്ട്, അല്ലാതെ നടക്കുന്നവരുണ്ട്, ഉള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് നേതൃത്വം നൽകിയത് ഡിവൈഎഫ്ഐയിലൊക്കെ ഉള്ള ആൾക്കാരാണ്, പാർട്ടിയിൽ ഉള്ള ആൾക്കാരാണ്. ഇവർ ബോധത്തോടായിരുന്നു ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ആക്രമിക്കുമ്പം സ്വബോധത്തോടാണോ ഇവർ വന്നത്? ആയിരിക്കത്തില്ല. കാര്യം കുഞ്ഞുങ്ങളെ അടിക്കുമെന്ന് പറഞ്ഞാൽ സ്വയബോധം കൊണ്ട് ആരും ചെയ്യത്തില്ല. കുഞ്ഞുങ്ങളെ മേലിൽ നിൽക്കാൻ ആരും ചെയ്യത്തില്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കൊലപാതകമായാലും മാറി നിൽക്കും, കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യത്തില്ല. അതത്ര പൈശാചികമായിട്ടാണ് ഞങ്ങളെ കുഞ്ഞുങ്ങളോടും ഞങ്ങളോടും ചെയ്തത്. ഇപ്പോൾ ഈ ക്ലബിൻ്റെ കഴിഞ്ഞ ദിവസത്തെ കരോളിലൊക്കെ പങ്കെടുത്ത ആളുമാണ്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമാണ്. ഈ ക്ലബിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ്? അതിലുപരി ഈ ആക്രമണം നടക്കാനുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം? ഈ ക്ലബിലെ പരിപാടിക്ക് കരോളിൻ്റെ ഭാഗമായിട്ട് ഞാനും ഇവരുടെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു. നല്ല സഹകരണമായി മുൻപോട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്നലെയാണ് ഇവർ കരോളിനിറങ്ങി. പ്രവർത്തനം അങ്ങനെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം ഒന്നുമില്ല. എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി നമ്മളും അതിൽ പങ്കുചേർന്ന് അങ്ങനെ ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അത് ആ നാട്ടിലെ ഡിവൈഎഫ്ഐയുടെയും CPMൻ്റെയും സജീവമായ പ്രവർത്തകരാണ്. അവർക്ക് എതിരെ നടപടിയെടുത്തിരിക്കണം. ഇവർക്ക് നീതിയും കിട്ടണം. എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ കൂട്ടുകാർക്കും അതിന് നീതി കിട്ടിയിരിക്കണം. അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അവർക്കൊപ്പം ഞാനുണ്ടാകും. തന്നെയാണ്. ഒരു പ്രകോപനവും ഇല്ലാതെ വളരെ ആസൂത്രിതമായി ഇത്തരത്തിലൊരു അക്രമം നടത്തി എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ. സ്വബോധമില്ലാതെ മദ്യമോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ച് ആ ഒരു സാഹചര്യമാണ് ഇത്ര ക്രൂരമായി കൊച്ചു കുട്ടികളെ പോലും ആക്രമിക്കാൻ കാരണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആ വ്യക്തി തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറകിലും നെറ്റിക്കുമാണ് അടികിട്ടിരിക്കുന്നത്. അപ്പം വധശ്രമത്തിൻ്റെ അതേ രീതിയിൽ തന്നെ കേസുകൾ എടുത്ത് മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തു തന്നെയായാലും ഒരു ക്രിസ്മസ് രാത്രി ഇത്ര നീചമായ പ്രവൃത്തിയിലൂടെ എല്ലാവരുടെയും സന്തോഷം കെടുത്തുന്ന ഒരു സമീപനം തന്നെയാണ് ഈ യുവാക്കളുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. അതിൽ നിരവധി കുട്ടികൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ എല്ലാം മൊഴിയെടുത്തുകൊണ്ട് കൃത്യമായി കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകണം. ഇതിൽ അക്രമത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത്.